എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ടാഴിയിലാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത് ഏത് റിസോർട്ടാണെന്ന്. ഇത് റിസോർട്ട് ഒന്നല്ല, ഇത് കൊണ്ടാഴിയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ്. ശരിക്കും ഇവിടെ വന്നപ്പോൾ ഒരു അത്ഭുതമാണ് തോന്നിയത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു ഓഫീസ് കെട്ടിടം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജൂലൈ 14 ഈ കെട്ടിടം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്ററുടെ റൂമാണിത്. നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 14 പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് നിർവഹിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ സുഗമമാക്കുക എന്നത് മാത്രമാണ് ഇതിൽ ലക്ഷ്യം. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തി പുതിയ കെട്ടിടത്തിൻ്റെ മാറ്റങ്ങൾ. പുതിയ ഓഫീസ് കെട്ടിടം സാറ് നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരികയാണ്. നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഹെൽപ്പ് ഡെസ്ക് കാണുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്ക് നമ്മുടെ ആ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്, സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ഡെസ്ക്, ഫോട്ടോസ്റ്റാറ്റ്, അതുപോലെ തന്നെ ഏതെങ്കിലും അപേക്ഷകൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിലേക്കുള്ള വഴിയാണ് ഇത്. ഫ്രണ്ട് ഓഫീസ് വളരെ അവിടെ ഒരു ഫീഡിംഗ് റൂം, അതുപോലെ തന്നെ ഫീഡിംഗ് റൂം, ഫ്രണ്ട് ഓഫീസ് ഇവിടെയാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫീഡിംഗ് റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അമ്മമാർ വരുന്ന സന്ദർഭത്തിൽ. ഇത് പ്രസിഡന്റിന്റെ റൂമാണ്. നമ്മുടെ വീടുകളിൽ മാസ്റ്റർ റൂം എന്ന് പറയണ പോലെ. അത് കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റിന്റെ റൂം. വൈസ് പ്രസിഡന്റ് ഇത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോളുടെയും അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി KK പ്രിയമ്പതയുടെയും റൂമാണ്. അത് കഴിഞ്ഞാൽ ബിജു നടത്തികളുടെ റൂമാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ റൂമല്ലേ. ഇത് ഫ്രണ്ട് ഓഫീസിന് ബാക്കിലുള്ള ബാക്ക് ഓഫീസ്. ഇവിടെ ഉദ്യോഗസ്ഥ ക്ലർക്കുമാർ, ക്ലർക്ക്, അതുപോലെ അക്കൗണ്ടൻറ്റ് തുടങ്ങിയിട്ടുള്ളവർ ഇരിക്കാനുള്ള സൗകര്യമാണ്. ഇത് അസിസ്റ്റന്റ് സെക്രട്ടറിക്കുള്ള ക്യാബിനാണ്. സെക്രട്ടറി ജോയിൻ ചെയ്തിട്ടില്ല അല്ലേ? സെക്രട്ടറി ഇല്ല. ഇത് സെക്രട്ടറിയുടെ സെക്രട്ടറിക്കുള്ള റൂമാണ്. നേരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറിയാൽ ജനപ്രതിനിധികളെ കാണാനായിട്ട്, നമ്മുടെ മെമ്പേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് ഇത്.
5 വർഷക്കാലം മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ ഒരു റിസോർട്ടിൻ്റെ പ്രതീതിയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. എങ്ങനെയായിരുന്നു ഈ മാറ്റങ്ങളിലേക്കുള്ള ഒരു തുടക്കം? എങ്ങനെയായിരുന്നു? ഞങ്ങൾ ജനങ്ങളുമായിട്ട് അടുത്തിടപഴകുന്നത് കൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വന്ന് അവരുടെ കാര്യങ്ങൾ നേടിയെടുത്ത് പോകേണ്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നിത്യേന അടുപ്പം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് പഞ്ചായത്ത് ഓഫീസ്. അപ്പോൾ ആ പഞ്ചായത്ത് ഓഫീസിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തണം എന്നുള്ളത് ദീർഘകാലമായിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഈ ഭരണസമിതി വരുന്നതിന് മുമ്പും അല്ലാതെയും ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു തോന്നലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്ക് ഓൺ ഫണ്ടൊന്നുമില്ല. ആ ഓൺ ഫണ്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് സ്വരൂപിച്ച് അത് ഉപയോഗിക്കും, കുറച്ചൊക്കെ പ്ലാൻ ഫണ്ടും ഉപയോഗിച്ച് ഞങ്ങൾ ഈ ഒരു നിലയിലേക്ക് എത്തി. ഇപ്പോൾ ജനകീയമായിട്ടുള്ള ഒരു ദീർഘകാലത്തെ ആവശ്യമാണ്. ജനങ്ങളുമായിട്ട് അടുത്തിടപഴകേണ്ടവരാണ് ജനപ്രതിനിധികൾ. അപ്പോൾ ആ ജനപ്രതിനിധികൾ താഴത്ത് സൗകര്യത്തോടു കൂടി ഇരിക്കുകയും ഓഫീസും താഴത്ത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മാത്രമല്ല അത് സ്റ്റെപ്പുകൾ കയറിയിട്ട് ഓഫീസിലെത്തിയിട്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒട്ടേറെ ആളുകൾ നമ്മൾ ചുമതലയേറ്റ ദിവസം മുതൽ തന്നെ കാണുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് അവസാന വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നു. അത് നമ്മുടെ ഓൺ ഫണ്ടിൻ്റെ കുറവ് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ വന്നത്. അപ്പോൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം നടപ്പാക്കാനായിട്ട് ആർജവം കിട്ടിയത്. കുറച്ചു കാലം മുൻപ് പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്ന ജനങ്ങൾ പറയും ഒരു ദിവസത്തെ ഒരു ജോലിയാണ് പഞ്ചായത്തിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞ്. ഇന്ന് കാലം കുറച്ചും കൂടി മാറിയപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും സാങ്കേതികമായ മാറ്റങ്ങളും പഞ്ചായത്തിൽ വന്നു. അതിലൊരു ഉദാഹരണമാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. ഈ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എത്രമാത്രം പ്രതീക്ഷിക്കാം? ഒരു എന്താ പറയുക, സുതാര്യത അതിൽ? തീർച്ചയായിട്ടും ഞങ്ങൾ സേവനാവകാശ നിയമങ്ങളൊക്കെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് സേവനങ്ങൾ നൽകാനായിട്ട് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന പരമാവധി സേവനങ്ങൾ ഇവിടെ പ്രയോജനപ്പെടുത്തുന്നു. അതിനിപ്പോൾ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് നമ്മൾ തയ്യാറാക്കി. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസും അടുത്തടുത്താവണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഫ്രണ്ട് ഓഫീസ് മാത്രം താഴത്തേക്ക് ആക്കുക എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. അപ്പോൾ അത് വിട്ട് ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസും അടുത്തടുത്ത്, അതുപോലെ തന്നെ പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ ആർക്ക് വന്നാലും എപ്പോഴും കാണാവുന്ന തരത്തിലേക്ക് മാറ്റി അതിനനുസരിച്ചുള്ള സേവനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് സ്റ്റാഫ് ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റാഫ് വേണം, അതുപോലെ തന്നെ മറ്റ് യന്ത്രങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലാണ് നമ്മളിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ഭരണസമിതിയുടെ കാലത്തല്ല, ഇനി വരുന്ന ഭരണസമിതികളുടെ കാലത്തും അതുപോലെ തന്നെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ എണ്ണം കൂടുമ്പോഴും ഒക്കെ തന്നെ ഒരു 10-40 കൊല്ലത്തേക്ക് പ്രയോജനപ്പെടാവുന്ന തരത്തിലുള്ള ആസൂത്രണമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സേവനം ആ പറഞ്ഞ തീയതിക്കുള്ളിൽ തന്നെ കിട്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഉദ്യോഗസ്ഥന്മാരും ആ കാര്യത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും തന്നെയാണ് പ്രതീക്ഷ. ചില പഞ്ചായത്തുകൾ നമ്മൾ പോകുമ്പോഴേ രാഷ്ട്രീയ പ്രേരിതമായിരിക്കും. അതായത് ആ പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് രാഷ്ട്രീയം. ഇവിടെ ഒരു ജനകീയമായ രീതിയിലാണ് ഇവിടുത്തെ വികസനം. ഒരിക്കലും രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ആർക്കും തോന്നില്ല. ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു? അതിപ്പോൾ ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ വളരെ ഈ പഞ്ചായത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. കാരണം ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വ്യക്തിഗത ആനുകൂല്യമായാലും മറ്റേ പ്ലാൻ ഫണ്ട് മറ്റേ ഓരോ ആവശ്യത്തിന് അനുസരിച്ച് വാർഡുകളിലേക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിലൊക്കെ തന്നെ ഒരു കക്ഷി രാഷ്ട്രീയം നോക്കാറില്ല. കാരണം അങ്ങനെയുള്ള പഞ്ചായത്തുകൾ തന്നെ വളരെ കുറവായിരുന്നു. അതിന് മാതൃകയാവാൻ 95-2000 ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ അന്ന് മുതലേ നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, ആവശ്യങ്ങൾ വേണ്ട നമ്മുടെ ഗുണഭോക്താക്കൾ, അവർക്ക് ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പരിഗണനകളോ ഒന്നും വേണ്ട എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടാണ്. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഇത്തരം പഞ്ചായത്തുകൾ എത്രയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് സർവേ നടത്തി നോക്കിയാൽ മനസ്സിലാവും. ഒരു കാര്യത്തിൽ ചാരിതാർത്ഥ്യതയുണ്ട്. നമ്മൾ ഒരാളെ അവഗണിക്കാത്ത രീതിയിൽ, ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സേവനം നൽകാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്കൊക്കെ ഒട്ടേറെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങളുടെ പരിധിയിൽ അല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് സെക്രട്ടറി ഇല്ല, ഒരാൾ ഇവിടുന്ന് റിലീവ് ചെയ്ത് പോയി, ആ സെക്രട്ടറിക്ക് പകരം ഒരാളെ
വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ സ്റ്റാഫ് ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ ഡെയിലി വേജസിനും മറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പരിഗണനകൾ നൽകിക്കൊണ്ടും ആണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ജനങ്ങൾക്കിടയിലും നല്ല അഭിപ്രായം ആണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും അത് നിങ്ങൾ തന്നെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. അതെ, ഞങ്ങൾ കാണുന്നത് തന്നെ. പിന്നെ പൊതുസ്ഥാപനങ്ങൾ നവീകരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. അതിൽ ഒരു വ്യക്തി മാത്രം എടുക്കേണ്ട തീരുമാനങ്ങളാവില്ല. ഇപ്പോൾ നേരിട്ട പ്രതിസന്ധികളും അതുപോലെ തന്നെ സഹകരിച്ച ആളുകളുണ്ടാവും, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായിരുന്നു ആ സമയത്ത്? അത് ഞങ്ങൾക്കൊരു ഉദാഹരണമാണ്. ഞങ്ങളോട് സഹകരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താൻ ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശമുണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്ഥലം കിട്ടാനില്ല, ഉണ്ടെങ്കിൽ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അത് കയ്യേറ്റം ഒഴിവാക്കണം, അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ മായന്നൂർ കാവുവട്ടം പ്രദേശത്ത് ഒരു ടേക്ക് എ ബ്രേക്ക് വേണം എന്നുള്ള ആവശ്യം വന്നു. അവിടുത്തെ സ്ഥലം കയ്യേറിയിരുന്ന ആളുകളോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അവർ വളരെ ഇതൊരു ജനകീയ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആ സ്ഥലം വിട്ടുതരികയും ഇപ്പോൾ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലം വിട്ടുതന്ന് അവിടെ നല്ലൊരു ടേക്ക് എ ബ്രേക്ക് നിർമ്മിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനങ്ങളോടുള്ള സമീപനമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനം. അവരോട് ഈ ആവശ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ചിലർക്ക് വീടുണ്ടായിരുന്നില്ല, ചിലർക്ക് വേറെ വീട് സൗകര്യങ്ങളുണ്ട്, പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, അതൊക്കെ പറഞ്ഞപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ നമ്മളോട് പ്രതികരിക്കുകയും ആ സ്ഥലം അതിനുവേണ്ടി വിട്ടുതരികയും ചെയ്തു. അപ്പോൾ ജനകീയമായിട്ട് നമുക്ക് അത്രയധികം സഹായം നമുക്ക് ലഭ്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ വില്ലേജ് ഓഫീസ് മായന്നൂർ, ഇപ്പോൾ കൊണ്ടാഴി മായന്നൂർ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസാണ്. അപ്പോൾ മായന്നൂർ ഒരു ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് വേണമെന്നുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതിനും ഒരാൾ നമുക്ക് സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ജനങ്ങളോട് എങ്ങനെ സമീപിക്കുന്നോ അതിനനുസരിച്ചുള്ള റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല സമീപനത്തോടു കൂടി ജനകീയ ആവശ്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്ന സന്ദർഭത്തിൽ നമ്മളോട് തിരിച്ചും അതുപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് 2 സ്ഥലങ്ങളിൽ നമുക്ക് ഒരു സ്ഥലം സൗജന്യമായിട്ട് സ്വകാര്യ വ്യക്തി വിട്ടു തന്നു, മറ്റൊരു സ്ഥലം സർക്കാരിൻ്റെ പരിവേഷൻ പോർട്ടലിൽ അപേക്ഷിച്ചപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ അങ്ങനെ 2 സ്ഥലത്ത് ടാങ്ക് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പാകത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ അതെ, അതല്ല നമ്മളത് പൂർത്തീകരിച്ചു. നമ്മൾ വെള്ളം കിട്ടാത്ത പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാറായി. ഇപ്പോൾ സാർ 5 വർഷം പൂർത്തീകരിച്ചു. മാറ്റങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചോദിക്കുന്നില്ല, അറിയാം എല്ലാവർക്കും. പക്ഷേ ഈ ഒരു കാലഘട്ടം എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ സംതൃപ്തിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ പഞ്ചായത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആദ്യത്തെ വർഷം നമ്മൾ വെളിച്ചത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ തെരുവ് വിളക്കുകൾ വളരെ സുഗമമായിട്ട് കത്താവുന്ന തരത്തിൽ, ഇപ്പോൾ നിങ്ങളൊന്ന് വന്ന് നോക്കിക്കോളൂ, രാത്രി മായന്നൂർ പാലം മുതൽ കായാമ്പൂവം വരെയുള്ള പ്രദേശത്ത് വെളിച്ചം നല്ലപോലെ എന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റത് ഒരു പ്രാവശ്യം നേരെയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വർഷം നേരെയാക്കില്ല, പിന്നത്തെ വർഷം നേരെയാക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ സുസ്ഥിരമായിട്ട് കത്തിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കേരക്കുന്ന് ഭാഗത്തും വാളാട് പ്ലാന്റേഷൻ ഭാഗത്തും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. എല്ലാ വേനൽക്കാലത്തും ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് വിതരണം ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വർഷത്തോടു കൂടി ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ വീടുകൾക്കും വെള്ളം കിട്ടത്തക്ക രീതിയിലുള്ള വെള്ളം എത്തിക്കാവുന്ന തരത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു. 3 പശ്ചാത്തല സൗകര്യം, ജൽജീവൻ മിഷൻ പൊളിച്ചിട്ട കുറേ റോഡുകളുണ്ടായിരുന്നു. ആ റോഡുകളൊക്കെ തന്നെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്ത് ഇപ്പോൾ മിക്കവാറും എല്ലാ റോഡുകളും നന്നാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ പഞ്ചായത്ത് ഓഫീസാണ്. ഈ പഞ്ചായത്ത് ഓഫീസും നമ്മളിപ്പോൾ ചെയ്യുന്നതോടുകൂടി നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞ, ഈ ഭരണസമിതി പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു 90% നമ്മൾ ചെയ്തിട്ടുണ്ട്. പറയത്തക്ക പരാതികളൊന്നും നമുക്കില്ല. തൊഴിലുറപ്പിലായാലും മറ്റേ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചായാലും റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ആയാലും മറ്റൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാവുന്ന തരത്തിലുള്ള ഘടക സ്ഥാപനങ്ങൾ കൂടി നമ്മൾ ചെയ്യും. ഇപ്പോൾ ഗവൺമെൻറ് ഹോമിയോ സർക്കാർ ആസ്പത്രി, അത് NABH അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. അതിനെല്ലാം ഒരു മികവിൻ്റെ കേന്ദ്രമായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
അതുപോലെ ഇപ്പോൾ ആയുർവേദ ആസ്പത്രിക്ക് നമ്മളൊരു 30 ലക്ഷം രൂപ നമുക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതൊരു മികവിൻ്റെ കേന്ദ്രമാണ്. പക്ഷേ ഒരു യോഗ സെൻറ്ററും കൂടി വെച്ച് അത് കുറേ കൂടി നല്ലൊരു മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും. FHSക്ക് MLA ഫണ്ട് ഉപയോഗിച്ച് ശ്രീ രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അനുവദിച്ച കെട്ടിടം നമുക്ക് കിട്ടി. ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചു. അപ്പം FHSയുടെ പ്രവർത്തനം കൂടുതൽ നന്നാവും. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അവിടെ ഒരു ലാബ് ടെക്നീഷ്യൻ്റെ ലബോറട്ടറി തുറക്കാനായിട്ടുള്ള ശ്രമം നടത്തി. അതിൻ്റെ ലാബ് ടെക്നീഷ്യനെ വെക്കാനുള്ള, ലാബ് അസിസ്റ്റൻറ്റിനെ വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയി. അതിൻ്റെ ഇൻ്റർവ്യൂ കഴിയും. മിക്കവാറും നമ്മുടെ ഭരണകാലത്ത് തന്നെ ആ ഒരു ലാബ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഏത് സ്ഥാപനത്തിലായാലും നമ്മൾ കൈവച്ചിട്ടുണ്ട്. അവിടുത്തെ ആവശ്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മൃഗാസ്പത്രിക്ക് അത് ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങി കുറേയായി. അത് നമ്മളിപ്പോൾ ഈ വർഷത്തോടു കൂടി പൂർത്തീകരിക്കും. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു അധ്യാപനത്തിൽ നിന്നൊരു പ്രസിഡന്റ് എന്നുള്ളൊരു മാറ്റം, രണ്ടും എന്താ പറയുക, ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ, എന്താ പറയുക, വിജയിച്ചു എന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. പക്ഷേ ലക്ഷ്യങ്ങൾ എല്ലാം നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടോ സാറിന് ഈ ഇത്രയും കാലത്തെ ഒരു ഭരണം കൊണ്ട്? അധ്യാപകനും പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ്. അത് നമുക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട്. അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ളതായിരിക്കണം വിദ്യാഭ്യാസം. അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനതയെ സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. കാരണം അതൊരു ഒട്ടേറെ കുട്ടികളായിട്ടുള്ള ബന്ധം, ആ കുട്ടികളുടെ രക്ഷിതാക്കളായിട്ടുള്ള ബന്ധം, ആ കുട്ടികളുടെ രക്ഷിതാക്കളെന്ന് പറയുമ്പോൾ അത് നാടുമായിട്ടുള്ള ബന്ധം, ആ ഒരു ബന്ധം ശരിക്കും എനിക്കിവിടെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗ്രാമസഭയിലൊക്കെ പോയി സംസാരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സാധാരണഗതിയിൽ റോഡിൻ്റെയും തോടിൻ്റെയും വീടിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളാണ് അതിൽ നിന്ന് വിട്ടുകൊണ്ട് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഉയർച്ച ജനങ്ങൾക്കുണ്ടാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കാൻ പാകത്തിൽ ഉള്ള ഇത് എനിക്ക് പറയാനും അത് ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. സാധാരണ ഗ്രാമസഭയിലൊക്കെ വാദപ്രതിവാദങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ കിട്ടിയില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് 5 വർഷക്കാലം കൊണ്ട് അത്തരം 15 വാർഡുകൾ, അതിൽ ഏകദേശം ഒരു വർഷം 3-4 ഗ്രാമസഭകൾ വരാറുണ്ട്. അത്രയും ഗ്രാമസഭകളിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് അധ്യാപകനായതുകൊണ്ടും കൂടിയാണ്. പിന്നെ പൊതുവെ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരു മാതൃകയാണല്ലോ, ആ ഒരു കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഉണ്ട്. ഞങ്ങളിങ്ങോട്ട് കയറി വരുമ്പോഴേ ശരിക്കും കണ്ടത്, ഞാൻ വിചാരിച്ച ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ട് വശം, ഈ കെട്ടിടത്തെക്കുറിച്ചാണ് നമ്മൾ പറയണത്, ഒരു വുഡൻ ടച്ച്. ഇതെങ്ങനെയായിരുന്നു ഈ പ്ലാനിങ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പഞ്ചായത്ത് എന്നുള്ള നമ്മുടെ മനസ്സ് മാറ്റി മറിച്ചു. ആ ഒരു നമ്മളുടെ ഒരു മനസ്സിലുണ്ടാവില്ല ഒരു പ്ലാന് പഞ്ചായത്ത് എന്നുള്ള, അതല്ല, ഇവിടെ കയറി വരുമ്പോൾ മനസ്സിന് തന്നെ ഒരു സന്തോഷമുണ്ട്. അതെങ്ങനെയായിരുന്നു? ആ സന്തോഷം എല്ലാവർക്കും പകരണം എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ട് നമ്മൾ ലക്ഷ്യമിട്ടത്. അതിന് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 25 വർഷക്കാലം ജനകീയാസൂത്രണവും പഞ്ചായത്ത് രാജ് സംവിധാനവും വന്നതിന് ശേഷം നമ്മൾ ഓരോ ഭരണസമിതിയും വരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇതിൽ ഈ കെട്ടിടം വിപുലീകരിച്ച് വരികയാണുണ്ടായത്. ഇപ്പോൾ ഏറെക്കുറെ അതിൻ്റെ പരമാവധി എത്തിയിരിക്കുകയാണ്. ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാൻ. പക്ഷേ ജനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഓഫീസും ബാക്ക് ഓഫീസും കൂടുതൽ സൗകര്യാർത്ഥം താഴേക്ക് മാറണം എന്നുള്ളതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ ഒട്ടേറെ പില്ലറുകളിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ആലോചിച്ചപ്പോൾ നെഹ്റു കോളേജിൻ്റെ ഒരു സാങ്കേതിക ഉപദേശം അവിടുത്തെ ആർക്കിടെക്റ്റ് വിഭാഗത്തിൻ്റെ സാങ്കേതിക സഹായം നമ്മൾ തേടി. അപ്പോൾ അവർ വളരെ വന്ന് നമുക്കതിന് വേണ്ട പ്ലാനും മറ്റുമൊക്കെ ചെയ്തു തന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ LSCD AEയും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറിമാരും ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും, നമ്മൾ ഒരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം കൃത്യമായിട്ട് ഇനി നടക്കാൻ എന്തെങ്കിലും ചെറിയൊരു തടസ്സം ഉണ്ടെങ്കിൽ പോലും അവർക്കത് ഫീൽ ചെയ്യാത്ത തരത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ടാവണം. എല്ലാവർക്കും ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു ഇതുണ്ടാവണം. അതിനിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത്, ഇപ്പോൾ നമ്മൾ ഈ ഇത് കെട്ടിടം നിർമ്മിച്ചു, ഓഫീസ് കെട്ടിടം നവീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒട്ടേറെ ആളുകൾ ഇത് വന്ന് കാണാൻ വന്നു. അപ്പം അങ്ങനെ കാണാൻ വന്ന സന്ദർഭത്തിൽ ഒരാൾ നമുക്കൊരു TV സ്പോൺസർ ചെയ്തു, ഒരു ക്ലോക്ക് ഒരാൾ സ്പോൺസർ ചെയ്തു, ഇനിയിപ്പോൾ പ്യൂരിഫയർ ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഉദ്ഘാടനത്തിന് മുമ്പ് എത്തുമെന്ന് അറിയില്ല. അങ്ങനെ ഒട്ടേറെ വാഗ്ദാനങ്ങൾ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച്
ഈ സ്ഥാപനത്തെ ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു പോസിറ്റീവ് എനർജിയാണെന്ന് പറഞ്ഞു പോയ ആളുകളാണ് മിക്ക ആളുകൾ. അപ്പോൾ അവർ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇവിടെ വന്നാൽ ബുദ്ധിമുട്ടരുത്, അതിനനുസരിച്ചുള്ള ഒരു ഭരണസമിതിയാണ് ഉള്ളൊരു തോന്നൽ അവർക്കുണ്ട് എന്ന് അവർ പറയുണ്ടായി. എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനകീയ ആവശ്യം, ആ ജനകീയ ആവശ്യം അംഗീകരിച്ചു. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് 1 സുതാര്യം, 2 അഴിമതിരഹിതം, 3 ജനപക്ഷം. ഈ 3 കാര്യവും അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയ ഒരു ഭരണസമിതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഭരണ പ്രതിപക്ഷങ്ങൾ, പഞ്ചായത്ത് രാജ് സംവിധാനം അനുസരിച്ച് പ്രതിപക്ഷമില്ല, ഭരണപക്ഷമാണ്. ആ ഭരണപക്ഷം എന്ന് പറയുമ്പോൾ എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി കിട്ടാവുന്ന തരത്തിൽ ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിനനുസൃതമായിട്ടാണ് ഞങ്ങളിതിനെ ഡിസൈൻ ചെയ്യുന്നത്. ഞാനിവിടെ കയറി വരുന്ന സമയത്ത് ആദ്യം കണ്ടത് ഹെൽപ്പ് ഡെസ്ക് എന്നാണ്. സാധാരണ പഞ്ചായത്തുകൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, നേരെ പോയി ഓഫീസുകൾ സംവിധാനം മാത്രമാണ്. അപ്പോൾ ജനങ്ങളെ കൂടുതൽ എന്താ പറയുക, അവരുടെ ആവശ്യങ്ങൾ നല്ല സുഗമമായി നടത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അത് ഇനിയുള്ള ആ ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കും? അതിപ്പോൾ നമ്മൾ ഈ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ആണത്. വരുന്ന സന്ദർഭത്തിൽ തന്നെ ആളുകൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടാവാം, അല്ലെങ്കിൽ ഒരു അപേക്ഷ എഴുതാനുണ്ടാവും. ഇപ്പോൾ ഓൺലൈനിലാണ്, അപ്പോൾ ഓൺലൈനിൽ ചെയ്തു കൊടുക്കാവുന്ന തരത്തിൽ ഒരു സംവിധാനം. അപ്പോൾ അവിടെ നമ്മൾ കുടുംബശ്രീയിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു ക്വാളിഫൈഡ് ആയ ആളുകളെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത ആളുകളാണ് അവിടെ ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ അക്ഷയ സെൻറ്ററുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ആ തിരക്ക് ഒഴിവാക്കി ഇവിടുത്തെ ആവശ്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പര്യാപ്തമാകുന്ന തരത്തിലുള്ള സഹായങ്ങളാണ് നമ്മൾ ഹെൽപ്പ് ഡെസ്കിൽ കൊടുക്കുന്നത്. അതിൻ്റെ പുറമെ ഫ്രണ്ട് ഓഫീസ് ഉണ്ട്. ആ ഫ്രണ്ട് ഓഫീസും ഹെൽപ്പ് ഡെസ്കിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. അതെ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് ഓഫീസിലേക്ക് ഏതെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യാൻ പര്യാപ്തമാവുന്ന തരത്തിൽ ഹെൽപ്പ് ഡെസ്കും ഫ്രണ്ട് ഓഫീസും യോജിപ്പിക്കും. പിന്നെ അവിടെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, ഒരു ലാപ്ടോപ്പ് തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയായിരിക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പ്രവർത്തനങ്ങൾക്ക് ഓൺലൈൻ സംവിധാനത്തിലൂടെ എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനായിട്ട് അവിടെ കഴിയും. പിന്നെ അതുമാത്രമല്ല, ഈ അപേക്ഷയൊക്കെ എഴുതി പരിചയിച്ച ഒരു കുടുംബശ്രീ അംഗമുണ്ട് അവിടെ. അവർ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാനുള്ള ആളും അവിടെ ഉണ്ട്. അപ്പോൾ ഏതൊരു സഹായവും അവിടുന്ന് ലഭ്യമാകും. അതിനിപ്പോൾ നമ്മൾ വരും കാലങ്ങളിൽ അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അതാത് സമയത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും. ജൂലൈ 14-ാം തീയതി വലിയൊരു മാറ്റമാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ. ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നാടിന് സമർപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ചിട്ട് വലിയൊരു ആഘോഷം, ഞങ്ങളതൊരു ജനകീയ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. ജനകീയ ഉത്സവം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഉത്സവമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ്. ആ ആവശ്യം ആണ് സബലീകരിക്കപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെല്ലാ വിഭാഗം ആളുകളും വേണം എന്നുള്ളൊരു തോന്നൽ വന്നു. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വരാമെന്ന് സമ്മതിച്ചു. ആ വിഷയം നമ്മൾ MLA ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും കൃത്യസമയത്ത് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. MP-യും ആ സന്ദർഭത്തിൽ തന്നെ സാക്ഷ്യം വഹിക്കാനായിട്ട് വിശിഷ്ട അതിഥിയായിട്ട് ഉണ്ടാകാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകളും, അതുമാത്രമല്ല രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് നടത്തുന്നത്. അത് ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റണം. ആ നാടിൻ്റെ ഉത്സവമായിട്ട് മാറാനായിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ജനത്തിൻ്റെ ഒരു ആവശ്യം സബലീകരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ആവേശം ഉണ്ടാവും. മറ്റുള്ള പഞ്ചായത്തുകാർക്ക് ഒരു മാതൃകയാണ് എന്ന് പറയാം, സംശയമില്ലാതെ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു എങ്ങനെയായിരുന്നു ആ മാതൃക എന്നുള്ളതൊന്ന്, അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ? അത് ഞാൻ അങ്ങനെ മാതൃകയാണ് എന്ന് ഞാൻ തന്നെ അവകാശം, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഏതായാലും അത് നല്ല കാര്യം തന്നെയാണ്, ഞങ്ങൾക്കതൊരു അംഗീകാരം തന്നെയാണ്. അത് സാധിക്കുന്നത് നമ്മൾ ഈ സുതാര്യം എന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, അതനുസരിച്ച് ഒരു പക്ഷേ ഈ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ഭരണസമിതി യോഗങ്ങൾ ഒരു മാസത്തിൽ 4-5 വരെ ചേരാറുണ്ട്. അടിയന്തര യോഗങ്ങൾ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിളിച്ച് വരുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുകയാണ്. ആർക്കും ഒരു അതൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മേന്മ ഉണ്ടാവില്ല. ആ മികവ് തന്നെയാണ്, കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു മികവാണ്.
അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയത്തക്ക ഒരു പ്രതിഷേധമോ സമരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കേവലം ഒരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില സമര പരിപാടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റ് ആളുകളൊക്കെ തന്നെ വളരെ സഹകരിക്കും, അവരോട് ചോദിക്കും, അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കും. എല്ലാ വാർഡുകളെയും ഒരുപോലെ കണ്ടു, ഭരണ പ്രതിപക്ഷം എന്നുള്ള വ്യത്യാസമില്ലാതെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിഷേധം കുറയും. പ്രതിഷേധം കുറഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ തന്നെ ഉണ്ടാവും. മറ്റേതൊരു എതിർപ്പ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്ന് ഒരു ഡിപ്രഷൻ വരും. അതില്ലാതെ എല്ലാവരെയും ഒത്തിണക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിജയം. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്ക് പൂർണ്ണ അധികാരം കൊടുക്കും. അവരാണ് അടിസ്ഥാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഭരണസമിതിയിലേക്ക് വരും. അപ്പോൾ എതിർപ്പുകൾ വളരെയധികം കുറയും. അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം, ജനാധിപത്യം എന്താണോ അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. പഞ്ചായത്ത് നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ആ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ, എന്തെല്ലാം മാറ്റങ്ങളും പ്രവർത്തനങ്ങളായിരിക്കും ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ് ചെയ്തത്. അതിപ്പോൾ ആസ്തി വികസന രജിസ്റ്റർ തയ്യാറാക്കി. അതിനുശേഷം ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു സുസ്ഥിരമായ വികസനത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിൽ നമ്മൾ തുടക്കത്തിൽ ഈ സംരംഭങ്ങൾ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഒരു വീട്ടിലൊരു ഉൽപ്പന്നം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയൊക്കെയാണ് തുടങ്ങിയത്. പക്ഷേ അതിലേക്ക് ആളുകൾക്ക് അത്രയധികം വിശ്വാസം വന്നിരുന്നില്ല. കാരണം അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവരോട് ഒരു വീട്ടിലൊരു ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞു നമുക്കൊരു 250-260 ഉൽപ്പന്നങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ സംരംഭങ്ങളാണ് ഉള്ളത്. ആ സംരംഭങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഈ ഗ്രാമസഭകളിലൊക്കെ ബോധവൽക്കരിച്ചിട്ടുള്ളത് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാവുന്ന തരത്തിൽ, ഓരോ വീട്ടിലും വരുമാനം വർദ്ധിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കണം. അത് വീട്ടിൽ ആലോചിച്ച് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഗ്രാമസഭയിൽ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രദേശവും ഒരു സ്വയം പര്യാപ്തത കൈവരിക്കണം. അതിന് ഒട്ടേറെ സാധ്യതകളുള്ളതാണ് ടൂറിസത്തിൻ്റെ സാധ്യത. അപ്പോൾ അതിൽ തീർത്ഥാടക ടൂറിസം അതിന് വലിയൊരു സാധ്യതയുള്ള പ്രദേശമാണ്. കാരണം ശൈവ, വൈഷ്ണവ, ശാക്തേയ ശക്തികളുടെയൊക്കെ തന്നെ ഒരു പ്രഭവ കേന്ദ്രമാണ് മായന്നൂർ. ക്ഷേത്രങ്ങളുടെ ഒരു നാടാണ്, ദേവതകളുടെ ഒരു നാടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് തീർത്ഥാടക ടൂറിസത്തിന് സാധ്യതയുണ്ട്. പിന്നെ ഒട്ടേറെ കാണാൻ കാഴ്ചകളുള്ള പ്രദേശങ്ങളുണ്ട്. ബോട്ടിങ് നടത്താനുള്ള ഒരു സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. 2 തടയണകളുണ്ട്. ആ തടയണയുടെ ഇടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിങ് ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. അതിനൊക്കെ നമുക്ക് ഇന്നേ വരെ ഒരു പ്രയാസം അനുഭവപ്പെട്ടത് നമ്മുടെ ഈ കഴിഞ്ഞ 4 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു DPR ഇല്ല എന്നുള്ളതാണ്, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ വിദഗ്ധരായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ DPR ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ DPR ഉണ്ടാക്കാൻ വേണ്ടി ഈ വർഷം നമ്മൾ കുറച്ച് പൈസ വകയിരുത്തിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി വരുന്ന കാലങ്ങളിൽ അപ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനം നടത്താം. അങ്ങനെ വരുമ്പോൾ അതൊരു മായന്നൂരിനൊരു കുതിച്ചുചാട്ടവും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇവിടെ ഒരു ആയുർവേദ ക്ലിനിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പേയിങ് ഗസ്റ്റ് പോലെ ചികിത്സ തേടി വരുന്ന ആളുകൾക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറേ വീടുകൾ അതിന് അപ്സ്റ്റെയറും മറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള കാഴ്ചപ്പാട് നമ്മൾ ആളുകളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ക്ലിനിക്കുമായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ DPR, ഇത്തരത്തിലുള്ള ടൂറിസം സാധ്യതകൾ, പിന്നെ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശം ഒരു എന്താ പറയുക, എല്ലാവരും സന്തോഷവാന്മാരായിട്ടുള്ള ഒരു ജനത വളർന്നു വരാൻ സഹായകമാകുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ നമ്മുടെ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ എത്ര കണ്ട് ഇടപെടാൻ കഴിയുമെന്നറിയില്ല. പക്ഷേ ഇതൊരു തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്തിൻ്റെ വികസനം അതിൻ്റെ പാരമ്യത്തിലെത്തിക്കാൻ കഴിയും എന്നുള്ളതിന് ആ പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അപ്പോൾ അടുത്ത ഭരണസമിതിയിലും നമുക്ക് ഇടപെടാനും മറ്റൊക്കെ കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് സബലീകരിക്കും. ഈ പ്രദേശം നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ മാതൃകയാക്കാൻ പര്യാപ്തമാകുന്ന തരത്തിലുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം എന്നാണ്. പൊതുസ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെയാണെന്ന് സംശയമില്ല. പക്ഷേ ഈ പൊതുസ്ഥാപനങ്ങൾ മാതൃകയാകുന്ന രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിൽ ഏറ്റവും വലിയൊരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഉദ്ഘാടനം അടിപൊളിയാവട്ടെ. സന്തോഷം.